നമസ്കാരം. ഈ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കരുതുക വലിയ ഫാക്ടറികൾ, നമ്മുടെ വാഹനങ്ങൾ, റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ പ്രധാന കാരണക്കാരെന്നാണ് പൊതുവിൽ ചിന്തിക്കുക. നമ്മുടെ അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധയിൽ വരാതെ നമ്മൾ അല്ലെങ്കിൽ അതിനെ കണക്കിലെടുക്കാതെ ഒഴിവാക്കുന്ന സംഗതിയാണ് നമ്മുടെ കടലിലൂടെ പോകുന്ന കപ്പലുകൾ. ഈ കപ്പലും വലിയ രീതിയിൽ നമ്മുടെ വായുവും സമുദ്രവും മലിനമാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം എത്ര പേർക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്ര പേർ ബോധവാന്മാരാണ്? ഇപ്പോൾ കൂറ്റൻ ചരക്ക് കപ്പലുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന സൾഫർ ലക്ഷക്കണക്കിന് കാറുകളുടേതിന് തുല്യമാണ്. അതിന് കാരണം ആ കപ്പലിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ വളരെ കട്ടി കൂടിയ അളവിലുള്ള ഒരു ജെല്ലി രൂപത്തിലുള്ള ഡീസലിന്, അല്ലെങ്കിൽ കുറേ കൂടി, അതായത് അഴുക്കുള്ള ഡീസൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. നമ്മളെ ചിലപ്പോൾ അതിനെ നമ്മൾ ഗ്രീസ് പോലെയൊക്കെ അതിനെ കാണപ്പെട്ടെന്നും ഇരിക്കും. അത്തരത്തിലുള്ളൊരു ഇന്ധനം അത് ചൂടാക്കി ദ്രാവക രൂപത്തിലായിട്ട് മാറ്റിയാണ് കപ്പലുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ തോതിൽ സൾഫർ അടങ്ങിയിരിക്കുന്നു. ഈ സൾഫർ ആ ഇന്ധനം ജ്വലിക്കുമ്പോൾ അന്തരീക്ഷത്തിലോട്ട് പടരുകയും ചെയ്യും. അപ്പോൾ ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ പുറന്തള്ളുന്ന സൾഫർ ലക്ഷക്കണക്കിന് കാറുകൾ പുറന്തള്ളുന്ന സൾഫറിന് തുല്യമാണ്. ഈ കപ്പൽ അത് അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് ആ മലിനീകരണം സൃഷ്ടിക്കുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് വലിയ ബാധിക്കുന്നില്ല. പക്ഷേ തുറമുഖ പ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ ആ പ്രശ്നം മാറുകയും ചെയ്യും, ആ പ്രശ്നം ഗുരുതരമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടാകാനായിട്ട് ജപ്പാനിൽ നിന്ന് ഒരു പ്രതിവിധി വരികയാണ്. ഈ ജപ്പാനീസ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് വലിയ ട്രെൻഡായിരുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് വിശദമായി പറയാൻ പോകുന്നത്. 100% മലിനീകരണമില്ലാത്ത കപ്പലൊരുങ്ങുകയാണ്. ജപ്പാനീസ് ഷിപ്പിംഗ് കമ്പനിയായ മിത്സുയി OSKയുടെ വിൻ ഹണ്ടർ പ്രൊജക്റ്റ് ഇത് പ്രകാരമാണ് മലിനീകരണം തീരെ ഇല്ലാത്ത ഒരു കപ്പൽ അവർ തയ്യാറാക്കുന്നത്. കാറ്റിൽ നിന്ന് പ്രകൃതിദത്തമായ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച് ആ ഇന്ധനം ഉപയോഗിച്ച് സ്വയം ഓടുന്ന ഒരു സീറോ എമിഷൻ അഥവാ തീരെ മലിനീകരണമില്ലാത്ത ഒരു കപ്പൽ നിർമ്മിക്കുക എന്നുള്ളതാണ് അവർ പദ്ധതിയിട്ടത്. അപ്പോൾ ഈ കാറ്റിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടിട്ടില്ല. കാറ്റിൽ നിന്ന് നേരിട്ടല്ല, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ നിർമ്മിക്കുക. അത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ വിജയകരമായ പരീക്ഷണ ഘട്ടത്തിലാണ് അവരുടെ കപ്പൽ ഇപ്പോഴുള്ളത്. കടലിൽ വെച്ച് സ്വന്തമായി ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നതിനായി വിൻസ്മാരു എന്ന പേരിലുള്ള ഒരു ചെറിയ ബോട്ട് ഈ കമ്പനി തയ്യാറാക്കി കടലിലെ കാറ്റിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കാനും അത് ദ്രവരൂപത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാനുമുള്ള പരീക്ഷണങ്ങൾ ഈ കപ്പലിൽ വിജയകരമായി പൂർത്തിയായി. കടലിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വന്തമായി നിർമ്മിച്ച ഗ്രീൻ ഹൈഡ്രജൻ കരയിലെത്തിച്ച് വിജയകരമായി വിതരണം ചെയ്യാൻ ഈ കപ്പലിന് സാധിച്ചു. ഈ വിജയത്തെ തുടർന്ന് ജപ്പാൻ സർക്കാരിൻ്റെ കീഴിലുള്ള NEDO, അതായത് ന്യൂ എനർജി ആൻഡ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഈ പ്രോജക്റ്റിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ജപ്പാനിലെ കടലിൽ ഗ്രീൻ ഹൈഡ്രജൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ അനുയോജ്യമായ കാറ്റുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനും ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ കാറ്റ് വേണം, കടലിൽ കാറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ അതിശക്തമായ കാറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടമായി വലിയ തരത്തിലുള്ള ഹൈഡ്രജൻ ഉൽപ്പാദന വിതരണ ചരക്ക് കപ്പലുകൾ നിർമ്മിക്കാനുള്ള രൂപരേഖയും ജപ്പാൻ ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്. ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ സീറോ എമിഷൻ പദ്ധതികളുടെ പിന്തുണയോടെ 2030 പൂർണ്ണ സജ്ജമായ വലിയ ചരക്ക് കപ്പലുകൾ കടലിൽ ഇറക്കുക എന്നുള്ളതാണ് ഈ മിത്സുയി OSK എന്ന കപ്പൽ കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 2050 തങ്ങളുടെ കപ്പലുകളിൽ നിന്നുള്ള കാർബൺ മലിനീകരണം പൂർണ്ണമായി ഇല്ലാതാക്കാനും അവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഈ കപ്പലിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു, കാറ്റടിക്കുന്നു, ഇതൊക്കെ പറയുമ്പോഴും അതെങ്ങനെയാണെന്നുള്ളത് ആർക്കും അത്ര വ്യക്തമായി കാണില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഈ പായ്ക്കപ്പൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പായ്ക്കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചു കെട്ടിയിട്ടുണ്ടാകും, പാമരത്തിൽ വലിച്ചു കെട്ടിയിട്ടുണ്ടാകും, അതിലേക്ക് കാറ്റ് വരും. അപ്പോൾ അതിൻ്റെ ഊർജ്ജത്തിൽ കപ്പൽ മുന്നോട്ട് നീങ്ങും. കാറ്റടിക്കുന്നതിനനുസരിച്ച് കപ്പൽ മുന്നോട്ട് നീങ്ങും. കപ്പൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ ടർബൈനുകൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ടർബൈനുകൾ കറങ്ങുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും.
ഈ വൈദ്യുതി ഉപയോഗിച്ച് കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിക്കുന്നു. കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം കടൽ വെള്ളത്തിൽ ധാരാളം ഉപ്പും മറ്റ് ലവണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാൽ അതിൽ നിന്ന് നേരിട്ട് ഹൈഡ്രജൻ വേർതിരിക്കാൻ കഴിയില്ല. അതിനാൽ ടർബൈനിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് കപ്പലിലെ ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റം വഴി കടൽ വെള്ളത്തെ ശുദ്ധമായ ജലമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഈ ശുദ്ധീകരിച്ച വെള്ളത്തിലേക്ക് നേരത്തെ ടർബൈനിൽ നിന്ന് തന്നെ കിട്ടിയ ആ വൈദ്യുതിയിൽ വലിയ അളവിൽ വൈദ്യുതി കടത്തിവിടുകയും, അപ്പോൾ ആ വൈദ്യുതി കടത്തിവിടുന്ന പ്രക്രിയയെ ഇലക്ട്രോലൈസിസ് എന്നാണ് പറയുക. അങ്ങനെ വൈദ്യുതി കടത്തിവിടുമ്പോൾ വെള്ളത്തിലെ തന്മാത്രകൾ വേർപിരിഞ്ഞ് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേർപെട്ട് വാതകങ്ങളായി രൂപപ്പെടുകയും ചെയ്യും. ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിടും. ഹൈഡ്രജൻ വാതകത്തെ പ്രത്യേകം ശേഖരിക്കുകയും ചെയ്യും. ഹൈഡ്രജൻ വാതക രൂപത്തിൽ സൂക്ഷിക്കുന്നത് അപകടകരവും കൂടുതൽ സ്ഥലം ആവശ്യവുമുള്ളതാണ്. അപകടകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ്. അപ്പോൾ ആ കിട്ടിയ ഹൈഡ്രജനെ ദ്രവീകൃത രൂപത്തിലോട്ട് മാറ്റിയിട്ട് ആ രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഹൈഡ്രജൻ സാധാരണ താപനിലയിലും സമ്മർദ്ദത്തിലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദ്രാവക രൂപത്തിലാക്കി കപ്പലിലെ ടാങ്കിൽ സംഭരിക്കുകയാണ് ചെയ്യുക. കാറ്റില്ലാത്തപ്പോൾ, ആ സമയത്തും കപ്പലിന് ഓടണമല്ലോ, കാറ്റില്ലാത്തപ്പോൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ സംഭരിച്ചു വച്ചിരിക്കുന്ന ഈ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫ്യുവൽ സെല്ലുകൾ വഴി കപ്പൽ തടസ്സമില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കും. അപ്പോൾ ഫ്യുവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബാറ്ററി എന്ന് തോന്നുമെങ്കിൽ ഇതും അത് തന്നെയാണ്. ബാറ്ററിക്ക് സമാനം തന്നെയാണ് ഈ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇന്ധനവും ഓക്സിജനും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാറ്ററി പോലെയാണെന്ന് ലളിതമായി പറയാം. അപ്പോൾ അതിലേക്ക് ഹൈഡ്രജനും ഓക്സിജനും നൽകിക്കൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം തുടർച്ചയായി വൈദ്യുതി തന്നുകൊണ്ടും ഇരിക്കും. ഇപ്പോൾ ഈ വിൻ ഹണ്ടർ എന്ന് പറയുന്ന കപ്പൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രൊജക്റ്റ് പൂർണ്ണമായും പ്രകൃതിദത്ത ഊർജം മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനാൽ ഇവ പുകയോ മറ്റു മലിനീകരണമോ പുറത്തുവിടുന്നില്ല. ആഗോള താപനത്തിനെതിരെയുള്ള ഷിപ്പിംഗ് മേഖലയിലുള്ള ഒരു വിപ്ലവകരമായൊരു പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വിജയകരമാവുകയാണെങ്കിൽ അത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പൊതുവിൽ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന കയറ്റുമതി ഇറക്കുമതി ഇടപാടുകൾ ഏറിയ പങ്കും നടക്കുന്നത് കൂറ്റൻ ചരക്ക് കപ്പലുകൾ വഴിയാണ്. അപ്പോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇത് കാർബൺ ബഹിർഗമനം താരതമ്യേന കുറവാണ്. എന്നാൽ ഈ വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിൽ വാഹനങ്ങളെ അതിൻ്റെ 10 മടങ്ങ് ഒരു കപ്പൽ സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. കൂടാതെ ഈ കപ്പലുകൾ നമ്മുടെ ജലാശയത്ത് സൃഷ്ടിക്കുന്ന മലിനീകരണവും വളരെ എണ്ണപ്പാട പോലെയുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ തന്നെ ഫലപ്രദമായി നേരിടാനും ഭാവിയുടെ ഇന്ധനമായ ഹൈഡ്രജനെ വളരെ സൃഷ്ടിപരമായി ഉപയോഗിക്കാനും കഴിയുന്ന പുതിയൊരു സംരംഭമായിട്ടാണ് ഈ ഒരു പദ്ധതിയെ വിലയിരുത്തുന്നത്. അപ്പോൾ ജപ്പാൻ ഇതിന് തുടക്കമിട്ട് വെച്ചിട്ടുണ്ട്, അത് വിജയകരമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തി ഈ മേഖലയിലേക്ക് വരുന്ന കാലങ്ങളിൽ മറ്റ് രാജ്യങ്ങളും വലിയ വലിയ ഷിപ്പിംഗ് കമ്പനികളിലും ഈ ഒരു മേഖലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്.